ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോന്നി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വ ക്യാമ്പും ഇഫ്താർ സംഗമവും നടന്നു. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രവീൺ പ്ലാവിള അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി കറ്റാനം ഷാജി, KPCC നിർവാഹക സമിതി അംഗം മാത്യു കുളത്തങ്കൽ, DCC വൈസ് പ്രസിഡന്റ് റോബിൻ പീറ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റവി തുടങ്ങിയവർ പങ്കെടുത്തു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സദസ്സിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബഹുമാന്യായ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദീനാമ റോയി അടക്കം കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനോട് സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർഭരണത്തിലൂടെ അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സമസ്ത മേഖലകളിലും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭക്തജനങ്ങളെ ദ്രോഹിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ശബരിമല ക്ഷേത്രത്തെ തകർക്കുവാൻ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിലും വന്നപ്പോൾ മോഷണവും അയ്യപ്പനെ വരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം നിങ്ങൾക്കറിയാം, CPM-ന്റെ നേതാക്കന്മാരായി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ അകത്ത് കിടക്കുന്നു. ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവരെ ഗവൺമെന്റ് സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി ജാമ്യം എടുത്ത് പുറത്തു വരികയാണ്. ഞാനിതൊക്കെ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചേ മതിയാകും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപിക്കും. ഇന്ന് 4 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും. കോന്നി ഉൾപ്പെടെയുള്ള 36 അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്ന ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അതല്ലാതെ മാറി നിന്നുകൊണ്ട് വിമർശനങ്ങൾ പാടില്ല. ഇവിടെ ഒരു MLA ഉൾപ്പെടും. കഴിഞ്ഞ 23 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പെടുത്ത വേളയിൽ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. 6 ലക്ഷം കോടിയോളം രൂപ കടബാധ്യതയുള്ള സർക്കാരിൽ അടുത്ത ഗവൺമെന്റിന്റെ UDF-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുമെന്നുള്ളത് അവർക്കറിയാം. ആ പാപഭാരം മുഴുവൻ നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. അപ്പൊ ആ ഒരു സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിട്ടൊരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കണം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പല നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആ നടപടികളൊക്കെ എടുക്കുമ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ചിലർ പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.